നമുക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉദാഹരണം പറയേണ്ടി വരും. അപ്പോൾ ഇന്നിപ്പോൾ ഉദാഹരണം പറയാൻ വേണ്ടി ഞാൻ ഗ്ലാസ്സൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഗ്ലാസ്സൊക്കെ എടുത്ത് നിൽക്കുമ്പോൾ എല്ലാവരും വിൽക്കുന്നത് എന്തോ മാജിക് കാണിക്കാൻ പോവാണ്. ഒന്നുമില്ല, ഞാൻ വളരെ സിമ്പിളായിട്ട് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഈ 2 ഗ്ലാസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കണം. നോർമലി നമ്മളെങ്ങനെ ഒഴിക്കുക, നേരിട്ട് ഇങ്ങനെ ഒഴിച്ച് വെള്ളം ഇതിലേക്കാവും. അപ്പം പലപ്പോഴും നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കാന്ന് എന്ത് സംഭവിക്കും? ഇത് നമ്മൾ എത്ര കൊല്ലം ഇങ്ങനെ ഒഴിച്ചാലും ഇതിലേക്ക് വെള്ളം നിറയൂല, അല്ലേ? വെള്ളം നിറയോ? ഇല്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ പല ആളുകളുടെയും യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥ. അതായത് നിങ്ങൾ ചെയ്യുന്ന രീതി പ്രോപ്പറല്ല. അതായത് നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങൾ ഈ പാത്രം തിരിച്ചു പിടിച്ചിട്ടാണുള്ളത്. അപ്പോൾ അത് നേരെ പിടിക്കണം. നമ്മൾ ആദ്യം മനസ്സിലാക്കുകയാണ് വേണ്ടത്, നമ്മളിത് തിരിച്ച് പിടിച്ചിട്ടാണുള്ളത് എന്നുള്ളത്. നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളുടെ ചാനലിൻ്റെ കുറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചാനലിൻ്റെ കുറ്റം പറയാനല്ല, എൻ്റെ ചാനലിൻ്റെ കുറ്റം ആദ്യം പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. എന്താണ് എൻ്റെ ചാനലിൻ്റെ പ്രശ്നം? ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും, അതുപോലെ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ടാവും. സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എൻ്റെ പ്രസൻറ്റേഷൻ ഒന്നും വലിയ കുഴപ്പമില്ല എന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. അതിൻ്റെ കോമഡിക്ക് പറയുന്നുണ്ട്, അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ പ്രസൻറ്റേഷൻ കുഴപ്പമില്ല, ബാക്കി കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, തമ്പിനേലും സൂപ്പറാണ്. എന്നിട്ട് എന്താണ് എൻ്റെ പ്രശ്നം? എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ കണ്ടെത്തിയ പ്രശ്നം മെയിനായിട്ട് എന്താണെന്നറിയോ? നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും എനിക്കൊന്നൊരു 90% ആളുകളുടെ, അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരുടെയും പ്രശ്നം എന്ന് പറയുന്നത്, അവരുടെ വീഡിയോ കണ്ടാൽ നമുക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി തോന്നണം, അല്ലേ? വീഡിയോ എങ്ങനെയാണ് നമ്മൾ കാണുക? വീഡിയോ എല്ലാവരും കാണുന്നത് തമ്പനയിലൂടെ. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ തമ്പനയിൽ കണ്ടിട്ടാണ് നമ്മൾ വീഡിയോ കാണാം. അപ്പോൾ തമ്പനയിൽ മോശമല്ല, നമ്മൾ സൂപ്പർ ഡിസൈൻ ചെയ്യണം എന്ന് പറയും. ഇത് കോമൺലി എല്ലാവരും പറയുന്നതാണ്. അപ്പോൾ സൂപ്പർ ഡിസൈൻ ചെയ്തു എന്നാൽ കാണാം വീഡിയോ? ഇല്ല. എന്തുകൊണ്ടാണ്? സാധാരണ നമ്മൾ വീഡിയോയിൽ എഴുതുന്ന ഒരു രീതി ഇതാണ്, ഞാൻ ഇന്ന് ചായ കുടിച്ചു. അപ്പോൾ ആളുകൾ പൊതുവെ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒഫൻറ്റീവായിട്ട് ഇങ്ങനെ നമ്മളെപ്പോഴും എതിർക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ പറയാൻ എന്താ അറിയോ, നീ ചായ കുടിച്ചാൽ എനിക്കെന്താ, ഞാനും ചായ കുടിച്ചിട്ടുണ്ട്, അവിടെ തീർന്നു ഇതിൻ്റെ ഇത്. പക്ഷേ ആക്ച്വലി ഇതൊരു പ്ലെയിനായിട്ട് ഉള്ള ടെക്സ്റ്റാണ്. ഇമോഷൻസ് നമുക്ക് അതിലില്ല. ഞാൻ അതിന് പകരം ഞാൻ ഇന്ന് വ്യത്യസ്തമായ ചായ കുടിച്ചു എന്നോ, അല്ലെങ്കിൽ എൻ്റെ ചായ ഇന്ന് മൊത്തം കുളമായി, എൻ്റെ രാവിലെ ഇന്നത്തെ ദിവസം തീർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടാന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഭയങ്കര റീച്ച്. കാരണം എന്താ പറയുക, അതിനെന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്ന് ആളുകൾക്ക് തോന്നും. ഇതാണ് മെയിനായിട്ട് വേണ്ടത്, നമ്മൾ തമ്പനെയിൽസിൽ എന്ത് എഴുതുന്നു എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ബാക്കിലോട്ടാണ്. അതുകൊണ്ട് എനിക്കറിയാം എൻ്റെ കുറവ് എന്താണെന്നുള്ളത്. അത് ഞാൻ പഠിക്കാറുണ്ട്. കോപ്പി റൈറ്റിംഗ് എന്ന് പറയും. കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യത്തിലൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ്, പരസ്യത്തിലും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് കോപ്പി റൈറ്റിംഗ്. പക്ഷേ ഈ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവത്തിന് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഇവിടെ നമ്മൾ തമ്പനെയിൽ മേക്കിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ അത് തമ്പനെയിൽ മേക്കിങ്ങിൽ നമ്മളിത് ഇങ്ങനെ എഴുതണം. പല ആളുകൾക്കും പിന്നെ അവർ ഇതൊന്നും ചിന്തിക്കാതെ തന്നെ അവർ തമ്പനെയിൽ ഇങ്ങനെ വരും. ആ ആളുകളെ നോക്കിയോ നിങ്ങൾ, അവരുടെ വീഡിയോ അടിപൊളിയായിട്ട് പെട്ടെന്ന് ക്ലിക്കാവും. അത് അവർക്ക് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി ഒന്നും പറയാൻ പറ്റുമോ? ചിലപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വരുന്നത് എഴുതുന്നതായിരിക്കും, പക്ഷെ അവർ ആ എഴുത്ത് ഭയങ്കരമായിരിക്കും. ഇപ്പം ഇങ്ങനെയാണ് നമ്മളെ പല വീഡിയോസും കയറിപ്പോകുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, നിങ്ങളെ പിന്നെ ഈ തമ്പനെയിൽസിൽ എഴുതിയത് ഈ ആളുകൾ അങ്ങനെ അട്രാക്റ്റീവ് ചെയ്യുന്നതാണോ, അതോ പ്ലെയിൻ ആയിട്ടുള്ള ടെക്സ്റ്റാണോ, അതിൽ ഇമോഷൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. ഈ ഇമോഷൻസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ കാണുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ചില വീഡിയോസ് 10,000 വ്യൂസ് ഉണ്ടാവും, ചില വീഡിയോസിന് പിന്നെ 5,000 ഉണ്ടാവും, ചിലതിന് 3,000 ഉണ്ടാവും, ചിലതിന് 150, 200, 300 കാണാം. അതിൻ്റെ പ്രശ്നം ഇതന്നെയാണ്. അതായത് തമ്പനെയിലൂടെ കൃത്യമായ ആശയം നമുക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ ആ ഒരു കുറവ് പരിഹരിക്കും എന്തായാലും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാനൊന്ന് കുറവ് പരിഹരിക്കാൻ നോക്കിയിട്ടുണ്ട്. അത് വർക്കൗട്ടാവോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വ്യൂസ് വരുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് നമ്മുടെ കുറവുകൾ കണ്ടെത്തി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ യൂട്യൂബിൽ ചെയ്യേണ്ടത്. പല ആളുകളും ചെയ്യുന്നത് അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തന്നില്ല, അതുപോലെ വർഷങ്ങളോളം നിങ്ങൾ തുടർന്നാലും നിങ്ങൾക്ക് യാതൊരു വിധത്തിലെ ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ നിങ്ങളുടെ ചാനലിൽ എന്തൊക്കെയാണ് പ്രശ്നം, എവിടെയൊക്കെയാണ് പ്രശ്നം, എന്താണ് വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടത്, തമ്പനെയിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്, ടൈറ്റിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്. ടൈറ്റിൽ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തലല്ല, നമുക്ക് എന്താണ് കുറവ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഭാഗത്ത് വീഡിയോസിന് വരുന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ ആദ്യം കണ്ടെത്തുക. അപ്പോൾ ഞാനിതിപ്പോൾ കണ്ടെത്തിയ പോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയിൽ എൻ്റെ ചാനലിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ
വീഡിയോക്ക് ഞാൻ കണ്ടെത്തിയ പ്രശ്നം ഇന്നതായിരുന്നു. പെട്ടെന്ന് വേണ്ട, നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോയി സമാധാനത്തിൽ നോക്കിയിട്ട് പറഞ്ഞാൽ മതി, ഞാൻ എൻ്റെ ചാനലിൽ കണ്ടെത്തിയ പ്രശ്നം ഇതാണ് എന്നത് പറഞ്ഞാൽ മതി. അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ആളുകൾക്ക് പലർക്കും പ്രശ്നം എന്ന് പറയുന്നത് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് ഞാൻ ഇങ്ങനെയുള്ള ആളേ അല്ല. ഞാൻ ഇതൊരിപ്പോൾ 2 വർഷത്തോളം എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ പറയുക, ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിന്നാൽ ഭയങ്കരമായിട്ട് വെപ്രാളപ്പെടും. എൻ്റെ എക്സ്പ്രഷനിൽ മാറിയിട്ട് പിന്നെ ഇത് മറ്റേ എന്താ പറയുക, നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ആനയെല്ലാം മുന്നിൽ വന്ന് നിന്നാൽ ഇങ്ങനെ പേടിച്ച് നിൽക്കില്ല, ഇങ്ങനെ വിറച്ചിട്ടാണ് നിൽക്കുക. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാൻ പെട്ടെന്ന് മാറിയൊന്നുമല്ല. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് എങ്ങനെയാണ് നന്നായിട്ട് സംസാരിക്കുക എന്ന് നോക്കി, കുറേ ആൾക്കാർ വീഡിയോയിൽ സംസാരിക്കാൻ നോക്കി, എന്നിട്ട് ഒരു നിലക്കും നടപടിയാവുന്നില്ല. അതിന് ഉദാഹരണം ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ നിങ്ങൾക്ക് പഴയ വീഡിയോ കാണിച്ചു തരാം. എൻ്റെ പഴയ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താം, നിങ്ങൾ നോക്കിക്കോ പിന്നെ എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊരു പുതിയ യൂട്യൂബ് തുടങ്ങിയ ആളാണെങ്കിലും നേരത്തെ ഒരുപാട് വീഡിയോ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന വിഷയമാണ് നമ്മൾ പറയുന്നത്, അതായത് യൂട്യൂബിലെ ടാഗ്സും ഹാഷ്ടാഗ്സും. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, ഇതാണ് എൻ്റെ പഴയ അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്, മെല്ലെ മെല്ലെ ആയിട്ട് പിന്നെ സംസാരിച്ച് തുടങ്ങിയത്. എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്ന തുനിഞ്ഞിറങ്ങിയാണ് ഒരു ദിവസം. അങ്ങനെ ഞാനൊരു കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സഹീർ ഖാൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ്റെ ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി കോഴ്സ്, സൂപ്പർ കോഴ്സാണ്. അത് പഠിച്ചു. പിന്നീട് കുറേ കോഴ്സുകൾ വേറെയും ചെയ്തു, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്നല്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയത് പിന്നീട് 1 വർഷത്തിന് ശേഷമാണ്. ഞാനൊരു സുപ്രഭാതത്തിൽ ഞാൻ എന്തായാലും ചെയ്യുമെന്നറിഞ്ഞതുകൊണ്ടാണ് അത് ആ രൂപത്തിലേക്ക് കിട്ടിയത്. നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആളുകൾ കൂടുതൽ ക്ലിക്ക് ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ വാച്ച് അവർ 4 മണിക്കൂർ കംപ്ലീറ്റ് ആക്കാം, അല്ലെങ്കിൽ 1000 സബ് എങ്ങനെ കംപ്ലീറ്റ് ആക്കാം എന്നുള്ള വീഡിയോ ചെയ്യണം. ഇങ്ങനൊരു വീഡിയോ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാകുമായിരിക്കും. കാരണം എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ കാണും, ഡോളർ കയറും, ഇതൊക്കെ എനിക്ക് ഉണ്ടാകും. പക്ഷേ എൻ്റെ ഒരു പർപ്പസ് അതല്ല. അത് സമയത്ത് ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും, എൻ്റെ പർപ്പസ് ഇതല്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അതിലേക്ക് പോകുന്നത്. കാരണം വ്യൂസ് കുറയായിരിക്കും, പക്ഷേ വ്യൂസ് കുറഞ്ഞാലും പിന്നീട് ഒരു എന്താ പറയുക, സമയം എടുത്തിട്ടെങ്കിലും ആളുകൾക്ക് മനസ്സിലാവും അതല്ല യഥാർത്ഥത്തിൽ എൻ്റെ കോർ എസൻസ് അതല്ല, മറ്റ് പലതുമാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വ്യൂസ് കുറഞ്ഞാലും വേണ്ടിയില്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇനി ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ് സൈക്കോളജിക്കൽ പരമായിട്ട്, അതായത് മനഃശാസ്ത്രപരമായിട്ട് യൂട്യൂബിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നും ആക്സിഡൻ്റലി സംഭവിക്കുന്നില്ല. യൂട്യൂബ് ആയാലും ഗൂഗിൾ ആയാലും ഇവരൊക്കെ മനുഷ്യന്മാരുടെ മനസ്സ് പഠിച്ചിട്ടുള്ള കളികളാണ് മൊത്തം. അപ്പോൾ ഈ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പുതിയ ചാനൽ തുടങ്ങിയ ആളുകളും അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് ചാനൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ നിർത്തിപ്പോകാൻ ഉദ്ദേശിക്കുന്നവർ നിങ്ങൾ ചാനൽ നിർത്തിപ്പോയിക്കോ, കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അതിനു മുന്നേ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ സാധനം ഒന്ന് കണ്ടുപിടിക്കുക, എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അതിന് സൊല്യൂഷനായിട്ട് നമുക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം. അത് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ ഇവിടെ ആദ്യം കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങൾ കണ്ടെത്തിയ മിസ്റ്റേക്ക്. പക്ഷേ വേറെ കാര്യമുണ്ട്, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരോടെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞാലോ ഒന്നും അവർക്കിതൊന്നും മനസ്സിലാവില്ല. കാരണം അവർ യൂട്യൂബായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ആൾക്കാരൊക്കെ. അപ്പോൾ അവരോട് ഇതൊന്നും പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഇടയ്ക്ക് പോയി പറഞ്ഞാലോ അല്ലെങ്കിൽ ഇത് അറിയുന്ന ആൾക്കാർ പറഞ്ഞ കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇന്ന് മൊത്തത്തിൽ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലെന്താണ് മിസ്റ്റേക്ക് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തുക, എന്നിട്ട് അത് ശരിയാക്കുക, എന്നിട്ട് നോക്കുക കുറച്ച് ദിവസം കൂടി ചാനൽ മുന്നോട്ട് പോയില്ലയോ എന്നുള്ളത്. ഇനിയിപ്പോൾ ഇത് കണ്ടെത്താൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, ചാനൽ ചെക്ക് ചെയ്ത് തരാം. പക്ഷേ പെയ്ഡാണ്. കാരണം ഇതിപ്പോൾ ഒരാളെ ചാനൽ ചെക്ക് ചെയ്യണമെങ്കിൽ ഞാനിരുന്ന് ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു ഗൂഗിൾ മീറ്റോ മറ്റോ വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിച്ച് നമ്മൾ എന്താണ് ഈ ചാനലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്നൊക്കെ ഉള്ളത് പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോസും ഞാൻ ഇതുപോലെ സൈക്കോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് യൂട്യൂബിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ, കാരണം ഇതൊക്കെ ശരിയാക്കിയാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് ആവും. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. ആ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ഉള്ള വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പെയ്ഡായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. പ്രൊഫഷണൽ ആയിട്ടുള്ള യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ ഒന്ന് സംസാരിക്കാം, അതിൽ കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിന് താല്പര്യമുള്ളവരും എന്ത് ചെയ്യുക, എനിക്ക് മെസ്സേജ് അയക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് പേയ്മെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ചാനൽ ചെക്ക് ചെയ്യാനൊക്കെ അഡീഷണൽ ആയിട്ട് വേറെ പൈസ ഒന്നും വാങ്ങുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം,
ചാനൽ ചെക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.